ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഉച്ചവർക്കം കഴിഞ്ഞ് അസ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അസ്ർ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാനിതാ നേരെ മേലേക്ക് പോയിരിക്കാൻ കേട്ടോ. കുറച്ച് തുണിയൊക്കെ ഒന്ന് വിരിത്തിയിടാനുണ്ട്. ഇവിടെ പൈപ്പ് വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം വരാൻ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരുമ്പലൊക്കെ കഴിയുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വെയിലത്ത് ഉണക്കാടുണ്ടേന്ന് വെച്ചിട്ട് തുണി അവിടെ തന്നെ വെച്ചിരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതാ അതിനേക്കൊന്ന് വിരുത്തിയിടുകയാണ്. ഇവിടെ ഞങ്ങൾ തിരുമ്പാൻ പുഴവെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പുഴവെള്ളം ഒന്നരാടാണ് കേട്ടോ വരുള്ളൂ. അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോഴാണ് കേട്ടോ തിരുമ്പലുള്ളൂ. തിരുമ്പൽ പിന്നെ മെഷീനിൽ ഇടുകയാണ് കേട്ടോ ചെയ്യുക. അത്യാവശ്യം വെള്ള ഡ്രസ്സോ പുതിയ ഡ്രസ്സൊക്കെയാണ് കേട്ടോ പുറത്ത് കൊണ്ടുപോയി കല്ലിൽ തിരുമ്പലുള്ളൂ. അങ്ങനെ തുണി വിരുത്തിയിടലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് നല്ല പഴുത്ത ചാമ്പങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അച്ചാറിടാന്നാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഇവിടെ അധികം ആർക്കും ഇഷ്ടമല്ല കേട്ടോ അച്ചാർ. അതുകൊണ്ട് പിന്നെ ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ജ്യൂസ് അടിക്കാൻ പോവുകയാണ് കേട്ടോ. ജ്യൂസ് അടിച്ചാൽ പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ആദ്യം ഞാനിതാ ചാമ്പങ്ങയിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. കഴുകിയെടുത്ത ചാമ്പങ്ങ ഞാനിതാ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ വല്ല അണുക്കളുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമല്ലോ. അങ്ങനെ ചാമ്പങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മക്കൾ വരാനായിട്ടുണ്ട്. പിന്നെ അവർക്ക് കഴിക്കാൻ ദോശമാവ് ഉണ്ടാവും കേട്ടോ എന്നും. അതുകൊണ്ട് 2 ദോശ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുക. എന്നിപ്പോൾ മാവില്ല. അതുകൊണ്ട് പിന്നെ വേഗം കുറച്ച് നൂൽപുട്ട് ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ. നൂൽപുട്ടാകുമ്പോൾ പിന്നെ ഒരു ആവി വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. പിന്നെ ഇനി ഇതിനൊരു കറിയും കൂടെ ഉണ്ടാക്കി എടുക്കണം. അങ്ങനെ നൂൽപുട്ടൊക്കെ വേവിക്കാൻ വെച്ചിട്ട് ഞാനിതാ വേഗം അതിനൊരു കറിയും കൂടെ ഉണ്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ നൂൽപുട്ടൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഒരു ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചൊരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ആൾക്കും ചട്ടിനി ഒന്നും ഉണ്ടാക്കിയാൽ പറ്റില്ല കേട്ടോ. അങ്ങനെ വല്ല കറികൾ വേണം കേട്ടോ, എന്നാലാണ് അവർ കഴിക്കുള്ളൂ. അങ്ങനെ കറിയൊക്കെ റെഡിയായി. പിന്നെ ഇതാ രാത്രിക്കലേക്ക് കുറച്ച് പരിപ്പ് കറിയും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഉച്ചക്കലേക്ക് പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇതാ മലയില ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഊണ് കഴിക്കുന്ന സമയത്ത് പിന്നെ ഓംലേറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ തണ്ണിമത്തൻ ഇതാ കട്ട് ചെയ്യാനും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തണ്ണിമത്തൻ പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് എല്ലാ ദിവസവും അത് നിർബന്ധമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഇതാ ഞാൻ ചാമ്പങ്ങനെയൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. അതിന് ഞാനിതാ ഒരു ജാറിലോട്ട് ചാമ്പങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചാമ്പങ്ങ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ ചാമ്പങ്ങയൊക്കെ ഇതാ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചാമ്പങ്ങ ജ്യൂസൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലൂസിൽ വേണം കേട്ടോ അത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇത് കുടിക്കാൻ പോവുകയാണ് കേട്ടോ. ചെറിയൊരു പുളിപ്പും മധുരവും നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ. അതുകൊണ്ട് തന്നെ എനിക്കും ഉമ്മാക്കും ഉമ്മാക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. മക്കൾക്ക് അത്ര അങ്ങോട്ട് താല്പര്യമായിട്ടില്ല. അങ്ങനെ അതാ മോൻ അവിടെ നിന്ന് തണ്ണിമത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ക്യാമറ ഓണാക്കിയത് അവൻ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നൂൽപുട്ടൊക്കെ കഴിച്ചിട്ട് അവൻ ഇതാ പുറത്ത് പോകാൻ കേട്ടോ. ഇന്നിവിടെ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടുണ്ട്. ഇനി എനിക്ക് നാളെ പത്തിരിക്കുള്ള തേങ്ങ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതാ മല്ലിയില ചമ്മന്തിയും കൂടി അരച്ചെടുക്കാനുണ്ട് കേട്ടോ. പിന്നെ ഓംലേറ്റിക്കുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയും വേണം. അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഉള്ളിയും തേങ്ങ കട്ട് ചെയ്ത് ഡപ്പിയിലാക്കി വെച്ചു. പിന്നെ ഇതാ മല്ലിയില ചമ്മന്തിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്.
ഇനി കുറച്ച് പാത്രം കഴുകാനും കൂടി ഉണ്ട്. അതും കൂടി കഴുകിയെടുത്ത് അവിടേക്കൊന്ന് വൃത്തിയാക്കി എടുത്താൽ വൈകുന്നേരത്തെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഇതാ മരിബ് വാങ്ങോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.